എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. ആളുകൾ ലൈവിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ടോക്കാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഷാർജയിലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വളരെ കനത്ത മഴ പെയ്തതിൻ്റെ ഫലമായി ഇവിടെ പല സ്ഥലത്തും, പ്രത്യേകിച്ച് ഷാർജയിൽ നല്ല വെള്ളക്കെട്ടാണ്. ഞാനൊക്കെ താമസിക്കുന്നതിൻ്റെ 4 പുറം വെള്ളക്കെട്ടാണ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്കൊക്കെ വെള്ളം കയറി. ഇപ്പോൾ വേറൊരു ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അതായത് വേറൊരു ഹോസ്പിറ്റലിൽ. സോ ഇപ്പം എല്ലാവരും കാണാൻ തുടങ്ങിയിട്ടുണ്ടോ? എല്ലാവരും കാണുന്നവർ ഒരു ഹായ് അയക്കുമോ എന്ന് എനിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മെയിനായിട്ട് ഞാൻ UAE-യിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ദുബായ്, അബുദാബി, ഷാർജ എന്നീ സ്ഥലങ്ങളിൽ. കാരണം ഇവിടെ ഇപ്പം നല്ല വെള്ളക്കെട്ടുണ്ട്. ഈ വെള്ളക്കെട്ടിൽ പല അപ്പാർട്ട്മെന്റിലും 4 പുറവും വെള്ളം കെട്ടി നിന്നിട്ട് പല ആളുകളും ഒറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നൊക്കെ ആയിട്ട് കുറേ സന്നദ്ധ പ്രവർത്തകർ, നമ്മുടെ മലയാളികൾ തന്നെ ധാരാളം പേര് ഇവിടെ അങ്ങനത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളക്കെട്ടിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ വയറിളക്ക രോഗവും അതുപോലെ തന്നെ ഛർദിയൊക്കെ കുറച്ച് പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതും കൂടാതെ എലിപ്പനി എന്ന് പറയുന്ന ലെപ്റ്റോസ്പൈറോസിസ് ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ ടോക്ക് ആക്ച്വലി കേരളത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, UAE-യിൽ പ്രത്യേകിച്ച് ദുബായ്, അബുദാബി, ഷാർജ ഭാഗങ്ങളിലുള്ള വെള്ളക്കെട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും വെള്ളക്കെട്ട്, ഇപ്പം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാതെ സാധനം വാങ്ങാനൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന, ഇപ്പം എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ 4 പുറവും വെള്ളക്കെട്ടാണ്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് അതിങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ അത് മലിനീകരിക്കപ്പെട്ടിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്? അപ്പോൾ പ്രിക്കോഷൻസിന് മുമ്പ് ഏതൊക്കെ അസുഖങ്ങളാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ ആദ്യം പറയാം. ഫസ്റ്റ് തന്നെ ഛർദി, അതിസാരം, അതായത് വയറിളക്കം, ഛർദി. പലപ്പോഴും ഈ പറയുന്ന ഞാൻ കേട്ടു, നമ്മുടെ അടുത്തുള്ള പല ഫ്ലാറ്റുകളിലും കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒക്കെ ഈ ഛർദി അതിസാരമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലിനജലം അവരുടെ കുടിവെള്ളവുമായിട്ട് മിക്സ് ആയിട്ട് അവരറിയാതെ അത് കുടിച്ചതിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അതിപ്പോൾ നമുക്ക് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റുന്നതൊന്നുമല്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ സംഭവിക്കാം. സോ ഛർദി, അതിസാരം, വയറിളക്ക രോഗങ്ങൾ വളരെ കോമൺ ആണ്. രണ്ടാമത്തേത് പറയുന്നത് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്ന എലിപ്പനി രോഗം ഈ സമയത്ത് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം പറയുന്നത് മലേറിയ, അതായത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകും, ആണല്ലോ. അപ്പോൾ കൊതുകുകൾ പരത്തുന്ന മലേറിയ, ഡെങ്കു പോലെയുള്ള രോഗങ്ങളും പടർന്നു പിടിക്കാം. പിന്നെയുള്ളത് ടൈഫോയിഡാണ്. ടൈഫോയിഡും മലിനീകരിക്കപ്പെട്ട വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഇങ്ങനെ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് പകരുന്നത്. സോ ഇത്രയും രോഗങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വെള്ളക്കെട്ടിന്റെ അടുത്ത്, അല്ലെങ്കിൽ അതിലൂടെ നടന്നു പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ, ഒറ്റപ്പെട്ടു പോയ ആളുകളെ സഹായിക്കാൻ പോകുന്ന സന്നദ്ധ പ്രവർത്തകര്, പിന്നെ ഞാൻ കണ്ടത് പല കുട്ടികളും അച്ഛനമ്മമാർ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് കളിക്കുന്നു. കുട്ടികൾക്ക് സംബന്ധിച്ചിട്ട് വെള്ളക്കെട്ടും കളിക്കലൊക്കെ അവരുടെ ഒരു കൗതുകമായിരിക്കും. പക്ഷേ ദയവ് ചെയ്തിട്ട് എനിക്കിവിടെയുള്ള അച്ഛനമ്മമാരോട് പറയാനുള്ളത്, കുട്ടികളെ വെള്ളക്കെട്ടിലേക്ക് ഇറക്കി വിടരുത്. കാരണം ഇതൊക്കെ മലിനീകരിക്കപ്പെട്ട വെള്ളമാണ്, ഒട്ടും ശുദ്ധമായിട്ടുള്ള വെള്ളമല്ല, കുറേ ദിവസമായി കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദയവ് ചെയ്തിട്ട് കുട്ടികളെ അതിൽ കളിക്കാനായിട്ട് നിങ്ങൾ വിടരുത്. ഇനി നമുക്ക് പ്രിക്കോഷൻസിനെ പറ്റി സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം നമ്മുടെ പേഴ്സണൽ ഹൈജീനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മലിനീകരിക്കപ്പെട്ട കുടിവെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ടൈഫോയിഡും അതുപോലെ തന്നെ ഛർദി രോഗങ്ങളും അതിസാര രോഗങ്ങളും വയറിളക്ക രോഗങ്ങളും ഒക്കെ പടരുന്നത്, കോളറ പോലെയൊക്കെ. സോ നമ്മുടെ ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈകൾ സോപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുടിവെള്ളം അത് മലിനീകരിക്കപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും കളറിൽ വ്യത്യാസം, മണത്തിൽ വ്യത്യാസം, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒരു കാരണവശാലും നിങ്ങളുടെ പാചകത്തിനായിട്ടോ കുടിക്കാനായിട്ടോ ഉപയോഗിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ മിനറൽ വാട്ടർ നമുക്കിവിടെ ക്യാനിൽ കിട്ടുന്നുണ്ട്, അത് ഉപയോഗിക്കുക. ഇനി ഒരു രക്ഷയില്ല, ഒരു വെള്ളവും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട്, നല്ല വണ്ണം തിളപ്പിച്ചിട്ട് അത് ആറിച്ചിട്ട് മാത്രം ആ വെള്ളം കുടിക്കുക. ഒരിക്കലും അല്ലാതെ ആ വെള്ളം കുടിക്കരുത് കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാൻഡ് ഹൈജീൻ ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നവർ കൃത്യമായിട്ട് കൈ കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊക്കെ വൃത്തിയായിട്ട് കൈകൾ സോപ്പിട്ട്, നമ്മൾ കോവിഡിന്റെ സമയത്തൊക്കെ ചെയ്ത പോലെ തന്നെ ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം കേട്ടോ. പിന്നെ കുടിവെള്ളത്തിന്റെ കാര്യം ഒരിക്കലും മറക്കരുത്. ദയവ് ചെയ്തിട്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ പുറത്ത് ഈ വെള്ളത്തിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകർ, നിങ്ങളുടെ മുട്ടുവരെയെങ്കിലും കവർ ചെയ്യുന്ന ബൂട്ടുകൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ മാസ്കുകളും കയ്യുറകളും ഉപയോഗിക്കണം. കാരണം ഈ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത് ഈ ചളിവെള്ളത്തിൽ എലിയുടെയൊക്കെ ശരീരസ്രവങ്ങളിലൂടെയും മൂത്രത്തിലൂടെയാണ് ഇത് പകരുന്നത്. അപ്പോൾ ഈ അണു ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ എന്തെങ്കിലും മുറിവുകൾ, ചെറിയ മുറിവുകളും കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുക. അപ്പോൾ അതിന് ഒരിക്കലും ഈ മലിനജലവും നിങ്ങളുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത വിധത്തിലുള്ള ബൂട്ടുകൾ നിങ്ങൾ ധരിക്കണം. ഇനി ബൂട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഇവിടെ പലരും ചെയ്യുന്നത് ഞാൻ കണ്ടു, പ്ലാസ്റ്റിക്കിൻ്റെ ഓറ
നമ്മൾ ചെരുപ്പിട്ടതിന് ശേഷം അല്ലെങ്കിൽ ഷൂസ് ഇട്ടതിന് ശേഷം പ്ലാസ്റ്റിക്കിന്റെ ഉറ വെച്ചിട്ട് കിട്ടുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്കിന്നുമായിട്ടുള്ള കോൺടാക്ട് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ പല ആളുകളും നല്ല കാര്യമാണ് ചെയ്യുന്നത്. അതായത് പെട്ടുപോയ ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ മരുന്നുകളൊക്കെ എത്തിക്കുകയാണ്. പക്ഷേ അത് നമ്മുടെ സുരക്ഷ കൂടി നോക്കിയിട്ടാവണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബൂട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് ധരിക്കുക. മാക്സിമം ഈ വെള്ളവുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ഉണ്ടാവരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി വരാതിരിക്കാനുള്ള കരുതൽ എന്നുള്ള രീതിയിൽ ഡോക്സിസൈക്ലിൻ പ്രൊഫൈലാക്സിസ്, ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്നത് ഒരു ആന്റിബയോട്ടിക് ആണ്. അതിന്റെ പ്രൊഫൈലാക്സിസ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം, അല്ലാതെ സ്വന്തമായിട്ട് പോയിട്ട് വാങ്ങി കഴിക്കാൻ ഇവിടെ കിട്ടില്ല. ആന്റിബയോട്ടിക് കിട്ടാത്തൊരു രാജ്യമാണ് അങ്ങനെ. എങ്കിൽ പോലും ഞാൻ പറയാണ്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം അത് വാങ്ങി കഴിക്കുക. ഇങ്ങനെ ഇടതടവില്ലാതെ ഇതിൽ നടക്കുന്ന ആളുകൾ കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പലരുടെയും വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലും അല്ലെങ്കിൽ കടയുടെ ഗ്രൗണ്ട് ഫ്ലോറിലും ഒക്കെ ഈ വെള്ളം, ഈ മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ടായിരിക്കും. ഇനി ഇതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം വൃത്തിയായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഈ ഡിസിൻഫെക്ട് ചെയ്യണം. അതായത് ഈ വെള്ളം കെട്ടിക്കിടന്ന സ്ഥലങ്ങൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഡിസിൻഫെക്ട് ചെയ്ത് നല്ലവണ്ണം ഉണക്കണം. കാരണം അല്ലെങ്കിൽ അവിടെ ഈ ഫംഗസ് പോലെയുള്ള, പൂപ്പൽ പോലെയുള്ള സംഗതികളൊക്കെ ഈ നനവ് കാരണം പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ടോക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഞാനടക്കമുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ സ്ഥലത്തൊക്കെ, ഷാർജയിലാണ് ഞാൻ താമസം. എൻ്റെ വീടിൻ്റെ 4 പുറം വെള്ളക്കെട്ടാണ്. ഇന്ന് ഞാൻ ആ വെള്ളത്തിൽ കൂടെയൊക്കെ നടന്നിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ നേരിട്ട് കാണുന്ന സംഭവങ്ങൾ കൂടിയാണ്. അതായത് ഇങ്ങനെയുള്ള ചളിവെള്ളം, നമുക്ക് ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ പച്ച കളറിലാണ് വെള്ളമുള്ളത്. വളരെയധികം മലിനമായ ജലമാണ്. അപ്പം അതുകൊണ്ട് ധാരാളം ഇപ്പം തന്നെ നമുക്ക് വന്നു തുടങ്ങി ധാരാളം വയറിളക്കവും ഛർദിയൊക്കെ ആയിട്ട് കുട്ടികളും വലിയ ആൾക്കാരും ഇപ്പോൾ കുറേ കേസുകൾ കാണുന്നുണ്ട് നമ്മൾ കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 2 മിനിറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദയവേത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കേണ്ടത് നിങ്ങളുടെ പ്രവാസ അല്ലെങ്കിൽ UAE-യിലുള്ള ഷാർജയിലും ദുബായിലും അബുദാബിയിലൊക്കെ ജീവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം. അപ്പോൾ കാരണം അവർ പലരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ അത് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ? ഇനിയും 2 ദിവസം കഴിഞ്ഞാൽ ഇനിയും മഴയുണ്ടെന്നാണ് പറയുന്നത്, അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാഹചര്യം കുറച്ച് ദിവസം ഇവിടെ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ഞാനിപ്പോൾ എവിടെയാണെന്നാണ് ചോദിച്ചിരുന്നത് പലരും. ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഷാർജയിലുള്ള മെഡ്കെയർ ഹോസ്പിറ്റലിലാണ്. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വെള്ളം കയറിയത് കൊണ്ട് ഹോസ്പിറ്റലിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡ്കെയറിന്റെ ഞങ്ങളുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള ദുബായിലുള്ള മെഡ്കെയർ ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഡോക്ടർമാരും നമ്മുടെ പേഷ്യൻസിനെയൊക്കെ ഈ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം ഞങ്ങളുടെ ഷാർജയിലുള്ള ഞങ്ങളുടെ സ്വന്തം ഹോസ്പിറ്റൽ റെഡി ആവുന്നത് വരെ കുറച്ച് ദിവസം മെഡ്കെയർ ഹോസ്പിറ്റൽ ഷാർജ, കിസൈസിലുള്ള മെഡ്കെയർ ഹോസ്പിറ്റൽ ഷാർജയിലുണ്ടായിരിക്കും കേട്ടോ. അതെ, മലിന വെള്ളമാണ് ഷാർജയിലൊക്കെ പുറത്തു വരുന്നത്. പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു ടോക്ക് ഇടുന്നത് കേട്ടോ. യെസ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എടുക്കേണ്ട പ്രിക്കോഷൻസിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് 2 മിനിറ്റ്സിൽ ചെയ്യാം. ഖാസിമിയ, കുക്കു പറയുന്നുണ്ട് ഖാസിമിയ. എൻ്റെ വീടും അൽ ഖാസിമിയയിലാണ്, ഷാർജയിൽ. അവിടെയൊക്കെ ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. ഹായ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ നാട്ടിലില്ല, നാട്ടിൽ നിന്ന് ഇന്നലെ എത്തി. 10 ദിവസം ലീവിലായിരുന്നു. ആക്ച്വലി ഞാൻ ചെറിയ ബ്രേക്ക് എടുത്ത് നാട്ടിലേക്ക് വന്നത്. അപ്പോഴാണ് ഇവിടെ പെരുമഴ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇന്നലെ രാവിലെ ഞാൻ നാട്ടിൽ നിന്ന് ഷാർജയിലെത്തി. ഫീവർ ഉണ്ടെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, ഫീവർ ഉണ്ടെങ്കിൽ എന്തൊക്കെയാവാതെ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഫീവറിന്റെ കൂടെ നിങ്ങൾക്ക് വയറിളക്കവും ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഈ മലിനജലം ഉള്ളിൽ പോയതുകൊണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറെ കാണണം. ചിലപ്പോൾ ആന്റിബയോട്ടിക് ആവശ്യമായിട്ട് വന്നേക്കാം. ഇനി ഫീവർ പറയുന്നത് ടൈഫോയിഡ് ആവാം, ഡെങ്കിപ്പനി ആവാം, മലേറിയ ആവാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എലിപ്പനി ആവാം. ഇതൊക്കെയുള്ള സാധ്യതകളുണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഫീവർ വന്നാൽ. അപ്പോൾ നല്ല ഫീവർ, നിങ്ങൾ ചെറിയ മരുന്ന്, അതായത് പാരസെറ്റമോൾ ഒന്നും കഴിച്ചിട്ട് മാറുന്നില്ല, വിറയലും പനിയും, ഭയങ്കരമായ ബോഡി പെയിന്, ഭയങ്കര ക്ഷീണം, എണീറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണിക്കണം. മെഡിക്കൽ സഹായം നിങ്ങൾ സീക്ക് ചെയ്യുക തന്നെ വേണം. കാരണം ലെപ്റ്റോസ്പൈറോസിസിലും ടൈഫോയിഡിലൊക്കെ ഭയങ്കര ചിൽസ് ആൻഡ് റൈഗോസോട് കൂടിയിട്ടുള്ള വളരെ ശക്തമായ പനിയായിരിക്കും. വിട്ടുമാറാത്ത ശക്തമായ തലവേദന, മേലുവേദന, ഭയങ്കര ക്ഷീണം, എണീറ്റ് നിൽക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പനി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വൈദ്യസഹായം തേടണം. ഓക്കെ. വേറെ സംശയങ്ങൾ? ഇപ്പോൾ ഒരാൾ പനിയെ പറ്റി ചോദിച്ചത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു.
പിന്നെ ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ചിലപ്പോൾ മഞ്ഞപ്പിത്തം വരാം, പനിയുടെ കൂടെ തന്നെ കേട്ടോ, മഞ്ഞപ്പിത്തം വരാം, അല്ലെങ്കിൽ മൂത്രം പോവാതെ. കാരണം എലിപ്പനി പലപ്പോഴും നമ്മുടെ ലിവറിനെയും കിഡ്നിയെയും വളരെ കോമൺ ആയിട്ട് ബാധിക്കുന്ന ഒരു പനിയാണ്. അപ്പോൾ നാട്ടിലെ ചൂട് എങ്ങനെയുണ്ട്? നാട്ടിലാണെങ്കിൽ ചൂട് കൊണ്ട് ഇരിക്കാൻ വയ്യ, തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ മഴ കാരണം ഇരിക്കാൻ വയ്യ, അതാണ് അവസ്ഥ. നാട്ടിലെ ചൂട് ഒരു രക്ഷയില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കൂ കേട്ടോ. ഫ്ലഡ് അഫക്റ്റഡ് പബ്ലിക് പ്ലേസ്ഡ്. ഓക്കെ, ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ സംസാരിക്കാനുള്ളൂ. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഇത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ടോക്കുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.